ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഡെഡ്പൂൾ 3 കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഡെഡ്പൂൾ 3 വൂൾവറിനും ഡെഡ്പൂളും കൂടി വോയിഡിലെത്തുന്നു. അപ്പോൾ വൂൾവറിനെ സഹായിക്കുന്ന ആൾക്കാർ ഒന്ന് നൈസ് പൂള്, പുള്ളിയുടെ നിന്നാണ് ഇവർ കാർ എടുത്തുകൊണ്ട് പോണത്. നൈസ് പൂൾ എന്ന് വെച്ചാൽ ഡെഡ്പൂളിനെ പോലെ റീജനറേറ്റ് ചെയ്യൂല, പിന്നെ മറ്റേ മുഖത്ത് ഒന്നുമില്ല, ശരിക്കും കാണാൻ സൂപ്പറാണ്. മറ്റേ റയാൻ റൈനോൾസിനെ പോലെ ഇതൊന്നുമില്ല. അതാണ് നൈസ് പൂളും ഡെഡ്പൂളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഉള്ളത്, അവർ കാർ ഓടിച്ച് നേരെ കുറേ കഴിയുമ്പോൾ രക്ഷപ്പെടുത്തും കാറിൽ നിന്നൊക്കെ 4 പേര്. അതാണ് X-23, ഗാംബിറ്റ്, പിന്നെ 2 പേരും എലക്ട്ര, ബ്ലേഡ്. ഈ X-23 എന്ന് പറയുന്നത് വൂൾവറിൻ്റെ ബയോളജിക്കൽ മോളാണ്. വൂൾവറിനെ അറിയാണ്ട് പുള്ളിയുടെ ജീൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയിട്ട് ക്ലോൺ ചെയ്തുണ്ടാക്കണതാണ് X-23. X-23 എന്ന് പറഞ്ഞാൽ കയ്യിലും കാലിലും അഡാമന്റിയം ക്ലോസ് പുറത്തു വരും. ഒരു പെണ്ണായത് കാരണം. അത് പക്ഷേ 2 ക്ലോയെ വരുള്ളൂ. അതായത് കയ്യിൽ 2 ക്ലോ, കാലിൽ ഓരോ ക്ലോ വീതം, ഓരോ കാലിൽ. അതായത് മൊത്തം ഒരു 5 ക്ലോയെ വരുള്ളൂ X-23. ആ സിനിമയിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ വൂൾവറിന് തന്നെ റീജനറേറ്റിംഗ് ഉണ്ട്, അത്രയും വരില്ലെങ്കിലും റീജനറേഷൻ ഉണ്ട്. പിന്നെ ഈ ഗാംബിറ്റ് എന്ന് വെച്ചാൽ കാടും വടിയും എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയാണ് പുള്ളിയുടെ ശക്തി. അതായത് ഇപ്പോൾ ഒരു കാട് ഇങ്ങനെ ചാർജ് ആവും, റോസ് കളർ, അതെടുത്ത് ഇങ്ങനെ വലിച്ചെറിയും കാട്. അത് കൊള്ളണമെന്നൊക്കെ പൊട്ടിത്തെറിക്കും. അതാണ് ഗാംബിറ്റിൻ്റെ ശക്തി. അതുപോലെ വടി വെച്ചടിച്ചാൽ ആ സാധനം പൊട്ടിത്തെറിക്കും. കാടൊക്കെ ആദ്യം കയറ്റിങ് ചാർജ് ഇട്ടിട്ട് വലിച്ചെറിയും. അങ്ങനെ ചെന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ വടിയും. അതാണ് ഗാംബിറ്റ്. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ പകുതി വാമ്പയറും പകുതി മനുഷ്യനുമാണ് ബ്ലേഡ്. അപ്പോൾ വാമ്പയറിൻ്റെ ശക്തിയുണ്ട്, പക്ഷെ അവരുടെ വീക്ക്നെസ് ഒന്നുമില്ല. അതായത് ബ്ലേഡിന് പകലൊക്കെ കിടക്കാൻ പറ്റും പുറത്തിറങ്ങി. വാമ്പയർ പകൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മരിച്ചു പോകും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡിനെ പ്രസവിക്കുന്ന സമയത്ത് ബ്ലേഡിൻ്റെ അമ്മ ഒരു വാമ്പയർ അടിക്കും. അങ്ങനെയാണ് ബ്ലേഡിന് ശക്തി ഇടുന്നത്. അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിക്കുന്ന മനുഷ്യനായിരുന്നു ബ്ലേഡ്. അത് 98 ഇറങ്ങിയൊരു പടമുണ്ട് ബ്ലേഡ്. അത് കാണാത്തതുകൊണ്ട് പോയി കാണുക. ബ്ലേഡിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആ സിനിമയിലുണ്ട്. അതിന് തന്നെ 3 ഇറങ്ങിയിട്ടുണ്ട്, പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് എലക്ട്ര എന്ന് വെച്ചാൽ മാർഷൽ ആർട്സ് ഒക്കെ അറിയാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് എലക്ട്ര എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് കൂടാണ്ട് തന്നെ പിന്നെ മറ്റേ ഡെയർ ഡെവിൾ എന്ന് പറഞ്ഞ സിനിമയിലും ഈ എലക്ട്ര ഉണ്ട്. അതിൽ ഡെയർ ഡെവിളിൻ്റെ നായികയായിട്ട് ആണ് അഭിനയിച്ചിട്ടുള്ളത് എലക്ട്ര. പിന്നെ വില്ലന്മാരുടെ കൂട്ടത്തിലുള്ളതാണ് ജഗർനട്ട്. വോയിഡുള്ള വില്ലന്മാരോടുള്ള ജഗർനട്ട് തന്നെ തലയിൽ ആ ഹെൽമെറ്റ് ഉണ്ട്. ആ ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സൈക്കിക് അറ്റാക്കൊന്നും ഏൽക്കൂല ആ ഹെൽമെറ്റ് ഉള്ളിടത്തോളം കാലം. പിന്നെ പുള്ളിന്ന് സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഒന്നിനും തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്നത് അതാണ് ജഗർനട്ട്. പിന്നെ ഉള്ളത് ടോഡ് വലിയ ശക്തിയുള്ള മ്യൂട്ടൻ്റ് ഒന്നുമല്ല. ആ നാക്ക് വെച്ച് എന്തോ ചെയ്യും. നാക്ക് വെച്ചുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. നാക്ക് നീട്ടി എന്തോ സംഭവം. പിന്നെ വായിനെന്തോ വിഷം തുപ്പുന്നു, അങ്ങനെ എന്തോ സംഭവമുണ്ട്. ടോഡ് വലിയ ശക്തിയുള്ള ആളൊന്നുമല്ല. പിന്നെയുള്ള പൈറോ എന്ന് വെച്ചാൽ തീയിൻ്റെ ആളാണ്. തീയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ തീ ഒറ്റ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെയുള്ള വൂൾവറിനെയും ഡെഡ്പൂളിനെയും വോയിഡിൽ വെച്ച് സഹായിക്കുന്നൊക്കെ ആളാണ് ഹ്യൂമൻ ടോർച്ച്. അത് പക്ഷേ ഹ്യൂമൻ ടോർച്ച് എന്ന് വെച്ചാൽ തീയിൻ്റെ തന്നെ വേറെ ശക്തി. ഇതെന്ന് വെച്ചാൽ ഹ്യൂമൻ ടോർച്ചിന് ശക്തി കിട്ടിയെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ പോയപ്പോൾ ഒരു ടൈപ്പ് ലൈറ്റ് വേവ് മേത്ത് വന്നിടിച്ചു. അങ്ങനെയാണ് ഈ ഹ്യൂമൻ ടോർച്ചിന് ഈ തീയിൻ്റെ ശക്തി കിട്ടി. ഈ ഹ്യൂമൻ ടോർച്ചിന് പറന്ന് നടക്കാൻ പറ്റും. പൈറോയ്ക്ക് സെയിം ശക്തിയാണ്, പക്ഷെ പറക്കാനുള്ള ശക്തിയില്ല. അതാണ് ഈ പൈറോയും ഹ്യൂമൻ ടോർച്ചിനുള്ള മെയിൻ വ്യത്യാസം. പിന്നെ പൈറോ എല്ലാ സിനിമയിലും വില്ലൻ തന്നെയാണ്. പിന്നെയുള്ളത് സൈലോക്ക്. അതാണ് ഒരു വൈലറ്റ് ടൈപ്പ് ഓഫ് ചാട്ടവാറൻ. അത് സൈലോക്ക്. അതൊരു ജീനെ പോലെ സൈക്കിക്കാണ്, പക്ഷെ അത്രയും ശക്തിയില്ല.
അതാണ് സൈലോക്ക്. പിന്നെ ഉള്ളത് യുറീക്കോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഏകദേശം ഈ വൂളനെ പോലെ തന്നെയാണ്. അഡാമാന്യം ഗ്ലോസ് ഉണ്ട്, റീജനറേറ്റീവ്. ഇത് പക്ഷേ വില്ലൻ്റെ കൂട്ടത്തിലാണ്. ഇതിൻ്റെ മെയിൻ വില്ലൻ തന്നെയാണ് കസാൻഡ്ര നോവ. അത് ഭയങ്കര ശക്തിയുള്ള സംഭവമാണ്. ഈ ചാൾസ് എക്സേവിയറിൻ്റെ ഈവിൾ ക്ലോണാണ് കസാൻഡ്ര നോവ. പിന്നെ ഈ കസാൻഡ്ര നോവ വോയിഡ് താമസിക്കുന്നത് ആൻറ്റിമാൻ്റെ ഡെഡ് ബോഡിക്കകത്താണ്. അതായത് ആൻറ്റിമാൻ ഒരു 19 അടി പൊക്കത്തുള്ളപ്പോൾ ആൻറ്റിമാൻ എങ്ങനെ കൊന്നു കളഞ്ഞ് ഈ കസാൻഡ്ര നോവ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങയുടെ ഡെഡ് ബോഡിയുടെ അകത്ത് താമസിക്കുന്നത് ഇത് കസാൻഡ്ര നോവ. മെയിനായിട്ടും പിന്നെ ഉള്ളത് ഡോഗ് പൂള്. അതൊരു പട്ടിയാണ് ഡെഡ് പൂളിൻ്റെ, അത്ര എനിക്ക് അറിയുള്ളൂ. ഇത്രയും പേരാണ് മറ്റേ ആ വോയിഡുള്ളത്, സൂപ്പർ ഹീറോസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വില്ലന്മാരുള്ള വോയിഡിൻ്റെ അകത്ത്.